ഇന്ന് നമുക്ക് നല്ലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര അപ്പം തിന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സബോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ടും നീളത്തിൽ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 5 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് രണ്ടും കല്ല് വെച്ച് ചതച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ 3 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കേട്ടോ വേവിച്ചെടുക്കാൻ പോണത്. ഇപ്പോൾ സബോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 വലിയ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമണം മാറുന്നത് വരെ ഈ മസാലപ്പൊടികൾ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പച്ചമണം മാറിയ ശേഷം തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇതിനോട് ചേർന്ന് വരണം. ഇനിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ 1 വലിയ സ്പൂൺ തൈരും 1 വലിയ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്താൽ നമ്മളുടെ എഗ് റോസ്റ്റ് വേറെ ലെവലിലായിരിക്കും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ മുട്ട പകുതി മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പകുതി മുറിച്ചിട്ട് മുഴുവനോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മുട്ട കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ വിത്ത് ഗ്രേവി നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിരിക്കും. കിടിലൻ ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Take care and bye.